ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞായറാഴ്ച സ്പെഷ്യലി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി കുറച്ചാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചാനൽ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇതൊരു 3/4 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, നന്നായി തിരുമ്മിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നന്നായി തിരുമ്മ. ചിക്കൻ കറി വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായി. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം, പൊട്ടട്ടെ. 2 സവാള, ഒരു 10 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയും സവാളയും നന്നായി വഴണ്ട് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. വേഗമായി ഉള്ളി നൂഡിൽസ് പോലെ ഉണ്ട്. അപ്പോൾ നന്നായി പൊടിയായി അരിഞ്ഞതാണ്. മുഴുവൻ ചെറിയ ഉള്ളി എടുക്കാം, നേരമില്ല. ചെറിയൊരു പരിപാടി ഉണ്ട്. പരീക്ഷ പരിപാടി. നമ്മുടെ ഉള്ളി വഴണ്ട് വന്നു. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, അല്ല 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി റോസ് കളർ അല്ല ബ്രൗൺ ആയി. 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില ഇട്ടപ്പോൾ നല്ലൊരു മണം. അത് ശരിക്കും നേരം മണില്ല. കറിവേപ്പില മണക്ക് വേറെ. ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി വഴണ്ട് വരട്ടേട്ടാ. ഈ കുറച്ച് വെക്കുക, ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഈ പൊടികളിട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ചൂടാക്കുക. ഓൺ സ്പോട്ട് ചൂടാക്കല. അതെ. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി സെറ്റ് ചെയ്യും. നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിട്ടാണ്. ഇതെല്ലാം കൂടി കൊടുക്കും. പതിനഞ്ച് മിനിറ്റ് പറഞ്ഞ അരമണിക്കൂർ. അരമണിക്കൂറായിട്ടാണ്. സൗണ്ട് കേൾക്കണേ. അടച്ചു വെച്ച് വേവട്ടെ കേട്ടോ. ചിക്കൻ പകുതി വേവായിട്ടാ. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് 1 തക്കാളി,
നൈസായിട്ട് ഇങ്ങനെ മുറിച്ചിടുക കണ്ട. എല്ലാം അച്ഛനാണ് മുറിച്ചത്. ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് ചാറ് വേണം. കുറച്ച് മതി. ഒന്നും കൂടി വേകട്ടെ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതൊരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മുടെ പൊടിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ വെക്കും. നല്ല ഗ്രേവി ആയില്ലേ. കുറച്ച് കറിവേപ്പിലയും കൂടി. എന്താ വേണം? എൻ്റെ പൊറോട്ടയും കൂടി വേണമായിരുന്നു. സൂപ്പർ കറിയാണത്. അങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ഇന്ന് രാവിലേക്ക് പുട്ടാണ് കേട്ടോ. റാഗി പുട്ട്. ഇന്ന് സ്കൂളില്ലേ, ഞായറാഴ്ചയല്ലേ. റാഗി പുട്ടോ? റാഗി പുട്ട് ഇവിടെ എന്ത്? റാഗി പുട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. ഇത് വേഗട്ടെ. ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ. നല്ല കാറ്റ് പുറത്ത്. ആ ഓടി കളിക്കും. നല്ല സുഖമാണ് അടുപ്പിൻ്റെ അടുത്തിരിക്കാൻ. അടുപ്പിൻ്റെ അടുത്തിരിക്കാൻ നല്ല സുഖമാണ്. അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ അയ്യാ ഇരിക്കാൻ നല്ല സുഖം. എന്താ പുക? ആവിയാണ്, പുകയല്ല. 2 മുട്ട ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോയി? ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിലിട്ട് മുട്ട പൊഴിഞ്ഞ് കഴിച്ചു ഞങ്ങൾ. ചോറ് വയ്ക്കുമ്പോൾ അതിലിട്ട് മുട്ട പൊഴിഞ്ഞു. ഏട്ടൻ ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്നാണ് കേട്ടോ. ഇന്നലെ ശനിയാഴ്ചയല്ലേ. മാർക്കറ്റിൽ നിന്ന് ഞാൻ കൊട്ടയൊക്കെ കഴുകിയതാണ്. അതിലൊന്നുമില്ല, എല്ലാം കാലിയായി. എല്ലാം കഴിഞ്ഞു. കേരറ്റൊക്കെ ലാഭമുണ്ട് തോന്നില്ല ഏട്ടാ. കടയിൽ വെച്ച് ലാഭമുണ്ട്, മാർക്കറ്റിൽ അത്ര തന്നെ. കുറച്ച് ബീൻസും കൊട്ട കാലിയായി, എല്ലാം കഴിഞ്ഞു. കുറച്ച് 3-4 ദിവസം പച്ചക്കറിയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. നമുക്ക് പച്ചക്കറി ഒന്നാമത് കഴിഞ്ഞിട്ട് ബാക്കി അല്ലേ? അതെ. പിന്നെയാണ് ഇറച്ചി മീനൊക്കെ ഉള്ളു. ഇറച്ചിയും താല്പര്യമില്ല കേട്ടോ. മീനിനോടാണ് എനിക്ക് താല്പര്യം. നല്ല ഫ്രഷ് ബീൻസ് കേട്ടോ. കുറച്ച് വാങ്ങിച്ചതാണ്. എല്ലാം വേർതിരിച്ച് വെക്കും കേട്ടോ. ചൂട് ചോറും നല്ല ചിക്കൻ കറി ഇട്ടാ. ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. നമുക്ക് ടൗണിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായി. ഇങ്ങനെ ചിക്കൻ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി മാത്രം സ്പെഷ്യലുള്ളൂ. ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മോഡൽ എക്സാം എഴുതാൻ പോകണം. 30-ാം തീയതി പരീക്ഷ. ഇന്ന് മോഡലാണ്. അപ്പോൾ 12 ആകുമ്പോഴേക്ക് പോകണം. 4:30 വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവിടാൻ പോവുകയാണ്. സമയമില്ലാത്തത് കൊണ്ട് ഒരു കറി മാത്രമേ വെച്ചുള്ളൂ. ഇടും. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോട്ടെ. ഇതുവരെ ഉള്ളൂ, എത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.